അടുക്കളയിലെ ഗ്രേറ്റർ കൊണ്ട് ഇങ്ങനെയും ഉപയോഗമുണ്ട്. സാലഡുകൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികൾ പെട്ടെന്ന് തയ്യാറാക്കാൻ ഗ്രേറ്റർ ഉപയോഗിക്കാം. ക്യാരറ്റ്, വെള്ളരി, റാഡിഷ്, മറ്റു പച്ചക്കറികളും സലാഡിന് ആവശ്യമായ രീതിയിൽ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ ഗ്രേറ്റർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും. സിട്രസ് പഴങ്ങളിൽ ബേക്കിങ്ങിനോ പാചകത്തിനോ കോക്ടെയിലുകൾക്കോ ആവശ്യമായ രീതിയിൽ നാരങ്ങ, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട് എന്നിവ ഫ്ലേവറിനായി ഉപയോഗിക്കാൻ അതിൻ്റെ സെസ്റ്റ് എടുക്കുന്നതിന് ഗ്രേറ്റർ ഉപയോഗിക്കാം. ഗ്രേറ്ററിൻ്റെ വളരെ ചെറിയ വശം വേണം ഇതിനായി ഉപയോഗിക്കാൻ. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ചൂടുള്ള പാനീയങ്ങൾ അല്ലെങ്കിൽ കേക്കുകളിലും മറ്റു അലങ്കാര വസ്തുക്കളായി ഉപയോഗിക്കാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഗ്രേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പല വലുപ്പത്തിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. വെളുത്തുള്ളി, മാരിനേഡുകൾ, സോസുകൾ, ഡ്രസ്സിങ്ങുകൾ എന്നിവയിൽ ഉപയോഗിക്കാനായി വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ ചെറുതാക്കിയെടുക്കാനായി ഗ്രേറ്റർ ഉപയോഗിക്കാം. ഗ്രേറ്റർ ഉപയോഗിച്ച് ഇവ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്യാം. ബട്ടർ, ചൂടാക്കിയല്ലാതെ ബട്ടർ ഉപയോഗിക്കാൻ അവ ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനായും നിങ്ങൾക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇവ നിങ്ങളുടെ പേസ്ട്രികൾ, ബിസ്ക്കറ്റുകൾക്ക് അല്ലെങ്കിൽ സ്കോണുകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡ്, കോട്ടിങ്ങുകൾക്കോ സ്റ്റഫിങ്ങുകൾക്കോ വേണ്ടി ബ്രെഡ് പൊടി ഉണ്ടാക്കാൻ ഗ്രേറ്റർ ഉപയോഗിക്കാം. ഇതിന് പകരം കൈകൊണ്ട് പൊടിച്ചാലും അത്ര നന്നായി പൊടിഞ്ഞു കിട്ടില്ല. മിക്സിയിൽ പൊടിച്ചാൽ കുഴഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പുഴുങ്ങിയ മുട്ട, സാലഡുകളിലോ സാൻഡ്വിച്ചുകളിലോ ചേർക്കാനായി മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാനും ഗ്രേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുട്ടയുടെ മഞ്ഞക്കരു പൊടിഞ്ഞു പോകാതെ മുട്ട ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഒരു ഗ്രേറ്റർ ഉപയോഗിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ഹാഷ് ബ്രൗൺ സൂപ്പുകൾ എന്നിവയിൽ ചേർക്കാൻ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായി എടുക്കാൻ ഗ്രേറ്റർ ഉപയോഗിക്കാം. കൂടാതെ ചിപ്സ് ഉണ്ടാക്കാനായി ഉരുളക്കിഴങ്ങ് മുറിക്കാൻ ഗ്രേറ്ററിന് സൈഡിലെ ബ്ലേഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഴങ്ങൾ, മഫിനുകൾ, കേക്കുകൾ, ബ്രെഡുകൾ എന്നിവയിൽ ചേർക്കാൻ ആപ്പിൾ, പിയർ അല്ലെങ്കിൽ മറ്റു പഴങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുവാനും ഇത് ഉപയോഗിക്കാം. ഇത് ഈ പഴങ്ങൾ അരച്ചെടുക്കുന്നതിലും വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.